ബിജു കാക്ക പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്കും ടെൻഷനായി. ചേടാ, ബിജു കാക്കയുടെ തന്ത മേത്തനായതുകൊണ്ട് ഈ പറയുന്ന മെഹർലാൽ നെഹ്റുവിൻ്റെ അപ്പനും മേത്തനായിരിക്കുമോ എന്നുള്ള സംശയമുണ്ട്. ഞാനൊരു അന്വേഷണത്തിനൊക്കെ പോയിരുന്നു. എന്നിട്ട് വന്ന വരവാണ് കേട്ടോ. പിന്നെ തുടക്കം തന്നെ ഇങ്ങേരുടെ കേൾപ്പിക്കണ്ടല്ലോ, കേൾക്കണോ? നിങ്ങൾ പോയി കണ്ടാൽ മതി. അവിടെ കിടന്ന് വായ്ത്താളം അടിച്ച് കുരവ ഇടുന്നുണ്ട്. മുസ്ലിമാണ് പോലും നെഹ്റു എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഒച്ച ഇടുന്നുണ്ട്. വായി നോക്കി അവൻ്റെ അത് പ്ലേ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് പേര് അതെടുത്ത് വെച്ച് പറയും. അപ്പം നിങ്ങൾ കേട്ടാൽ മതി. എനിക്ക് അവൻ്റെ കൊണ കേൾക്കാൻ താല്പര്യമില്ല. നിങ്ങൾ മലപ്പുറംകാരോട് നമുക്ക് ഭയങ്കര വിരോധമാണേനു. കാരണം ഏതോ ഒരു കാക്ക കയറി പണ്ണി ഉണ്ടാക്കിയതാണ് ഈ പന്നന. ആ കാക്കച്ചീനെ കണ്ടുപിടിച്ച് ഇവൻ്റെ കയ്യിൽ ഇവൻ്റെ അമ്മച്ചിക്ക് കൊണ്ട് കൊടുത്ത് ഇവനെ ഒന്ന് അപ്പ എന്ന് വിളിക്കാനുള്ള അധികാരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യത്തില്ല. അപ്പം ഇവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് പറയാം. കേൾക്കണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ കേൾപ്പിക്കുകയും ചെയ്യാം. ഇവൻ തുടക്കത്തിൽ പറയണത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന്. ആണോടാ? അങ്ങനെയാണോ? അത് ഏത് ജന്തുവാടാ നിനക്ക് എടുത്ത് പറഞ്ഞു തന്നത്? ഇവൻ ഏതാണ്ട് മൂത്ത കഞ്ചാവാണ് അടിക്കുന്നത്. മൂത്ത കഞ്ചാവ് അടിച്ചിരുന്നിട്ട് സ്വപ്നം കാണുകയാണ് മന്മഥൻ. അല്ലെങ്കിൽ പിന്നെ ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് ആരെങ്കിലും വിവരം കേട്ടവരല്ലേ പറയുള്ളൂ. ഇതൊരു മതേതര രാജ്യമാണ്, സോഷ്യലിസ്റ്റ് സെക്കുലർ സ്റ്റേറ്റ്. ഇത് പറഞ്ഞ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് കൈവയ്ക്കുന്ന നമ്മളുടെ ഭരണഘടനയിൽ ആദ്യത്തെ ആമുഖത്തിലുള്ള സാധനം തന്നെ ഇതാണ്. സോഷ്യലിസ്റ്റ് സെക്കുലർ സ്റ്റേറ്റ്, മതേതര രാജ്യമാണ്. മനസ്സിലായോ? അവിടെ ഇരുന്നുണ്ടാവും പറയണേ ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന്. നിങ്ങൾ ആദ്യം ഒന്ന് യൂണിറ്റി ആയിട്ട് എഴുന്നേറ്റ് നിൽക്കി, എന്നിട്ട് ഞങ്ങൾ രാജ്യം തരണോ വേണ്ടേന്ന് ആലോചിക്കാം. ഇപ്പം തൽക്കാലം ഇത് മതേതര രാജ്യം തന്നെ. ഇതിനകത്ത് കിടന്നുകൊണ്ട് ജന്തുക്കൾ കൂടുതൽ ട്രണ്ട കളിക്കേണ്ട, നടന്ന കേസല്ല കേട്ടോ. പിന്നെ ഇവൻ ഹിന്ദു മതവിശ്വാസികളെ തിരിച്ചു കൊണ്ടുവന്ന് തരതിരിപ്പിച്ചു കൊണ്ടുവന്ന് വേറൊരു നരേഷനിൽ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബോധമുള്ള മനുഷ്യർ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു കാറ്റഗറി മാത്രമല്ല തലയ്ക്ക് വെളിവിലുള്ളൂ, ബ്രാഹ്മണൻസ്. ബാക്കിയുള്ളവർക്കൊക്കെ ബോധം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നതാണ്. അവർക്കറിയില്ല. അവരുടെ പൂർവ്വചരിത്രം എടുത്ത് വെച്ച് വായിച്ച് നോക്കിയാൽ ഹിന്ദു എന്താണെന്നും എന്ന് മുതലാണ് ഹിന്ദുവിനെ ഹിന്ദു എന്ന് പറഞ്ഞതെന്നും അറിയാം. ഇപ്പം തന്നെ ഈ പറഞ്ഞ ചാന്നാർലകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന്. നാരായണ ഗുരു തോറ്റ് തൊപ്പിയിട്ട് തലയിൽ കൈയും വെച്ചുകൊണ്ടിരുന്ന ഒരു ദിവസമാണിത്. എന്ന് വെച്ചാൽ പിന്നെ ക്ഷേത്രപ്രവേശനത്തിന് നിരോധനാജ്ഞയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന ഡേ ആണ് ഇന്ന്. അത് മറന്നു പോകട്ടെ, അതൊക്കെ പോട്ടെ, അത് വലിയ ചരിത്രം, അതിനകത്തൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റു ആണ് കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. ഇങ്ങനെ ജമ്മു കാശ്മീരിലെ കാശ്മീർ പണ്ഡിറ്റ് ആണ് എന്നാണ് പുള്ളിയുടെ അവകാശവാദം. ഇവൻ അതിനെ അങ്ങോട്ട് ഖണ്ഡിക്കുകയാണ്. ഇവൻ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞത് നന്നായിട്ട് നൊന്ത്. ഇവൻ്റെ അപ്പൻ മേത്തനല്ലേ. ഇനിയിപ്പോൾ അതിനകത്തിട്ട് ആളുകൾ കൂടുതൽ റിസർച്ച് നടത്തി അമ്മയെ പോയി കണ്ടുപിടിച്ച്, പിള്ളേരൊക്കെ പോയി കണ്ടുപിടിച്ച് തള്ളേ. ഇനി ഇവർ DNA ടെസ്റ്റിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അതോടെ ഇവൻ്റെ അപ്പൻ ആരെന്ന് തെളിവാകും. അപ്പോൾ തന്തയെ കണ്ടുപിടിക്കുന്ന ആ ത്വരയിൽ ഇവൻ്റെ തന്തത്തരം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഇവൻ ലങ്ങേരെ പിടിച്ചങ്ങാക്കി. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ഇവൻ്റെ അപ്പൻ മേത്തനാണ് എന്നുള്ളത് തെളിവോടുകൂടി വന്ന് പറഞ്ഞല്ല, ആ കാക്കച്ചി വന്ന് തേക്കും. എൻ്റെ മോനാണെന്ന് പറയും, എൻ്റെ പൊന്നാര മോനാണെന്ന് തന്നെ സുന്നത്ത് ചെയ്യാൻ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴെന്താന്ന്, അമ്മക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരാളെ കൂട്ടുപിടിക്കും. നമുക്ക് പേടിയായിട്ടാണ്, ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ട് കൂട്ടുപിടിക്കും. അപ്പം ജവഹർലാൽ നെഹ്റുവിനെ കൂടെ കൂട്ടുപിടിക്കാം. അപ്പം അങ്ങേരുടെ അപ്പനും മുസ്ലിമാണ്, ഇങ്ങേരുടെ അപ്പനും മുസ്ലിമാണ് എന്ന് ഏകദേശം മനസ്സിലായിട്ട് പ്രാസത്തിലങ്ങ് പോകാനുള്ള കളിയാണ് കളിച്ചത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും കൊള്ളാം, VK ബൈജു നാറി ചാണകത്തി പോട്ടെ. നമ്മൾ വൾഗാരിറ്റി പറയരുത്. അവൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഭയങ്കര തെറിവിളിക്കാരിയാണെന്നൊക്കെയാണ് പറയണത്. എനിക്ക് അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഡീസൻ്റായിട്ട് ബിഹേവ് ചെയ്യാനാണ് ഇഷ്ടം. കഥയിലേക്ക് വരാം, അവൻ്റെ വാണക്കഥയിലേക്ക് വരാം. ഏതാ ഒരു മത്തായി ഉണ്ട് പോലും, മത്തായി ഇരുന്ന് എഴുതി പോലും എന്തൊരാ ഒരു കഥ എഴുതിയെന്ന്. ആ കഥയ്ക്കകത്തുണ്ട് പോലും ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മച്ചി ഏതാ തുസു ഫാമിലിയിലുള്ളതാണ്. അതെന്ത് പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തുമായിരുന്നു? സ്വരൂപ് റാണി തുസു. ഈ തുസു എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ എന്തോ ആണെന്നാണ് ഇവൻ്റെ വിചാരം. വാസ്തവത്തിൽ അത് തെറ്റില്ല. കാരണം നമ്മൾ അതിൻ്റെ പിറകിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചരിത്രം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുസു എന്ന് പറയുന്നത്, തുസു ഈസ് എ സർനെയിം ആൻഡ് ക്ലാൻ നെയിം ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ കാശ്മീർ വാലി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ഇന്ത്യ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ബോത്ത് കാശ്മീർ ഹിന്ദുസ് ആൻഡ് കാശ്മീർ മുസ്ലിംസ്. എന്ന് വെച്ചാൽ രണ്ട് വിഭാഗക്കാരും ഉപയോഗിച്ചിരുന്ന ഒരു സർനെയിമാണ് തുസു എന്ന് പറയുന്നത്. അതിന് 3 പ്രൊനൗൺസിയേഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റിയിലേക്ക് കുറച്ചുകൂടെ നമ്മൾ ഈ തുസു എവിടെ നിന്നാണ്, ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്, എവിടെ ഇത് ഫൗണ്ട് ചെയ്തു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിൻ അങ്ങ് UK ആണ്. കാനഡയിലും കുറച്ച് പേരുണ്ട്, US കുറച്ച് പേരുണ്ട് എന്നാണ് അറിയുന്നത്. USA UK കാനഡയിലുണ്ട്. ഇത് ഫൗണ്ട് ചെയ്ത ഈ സർനെയിമും ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഫൗണ്ട് ചെയ്ത 1880 ആണ്. അതിന് ശേഷമാണുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്നും നമ്മൾ പറയണ്ട, തുസുവിൻ്റെ ചരിത്രമൊന്നും എടുത്തുകൊണ്ടാണ്. അവന് ഇവരുടെ അച്ഛൻ മുസ്ലിമായിരുന്നു. ഇവരെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത
ആദ്യത്തെ ഭർത്താവ് മുസ്ലിം ആയിരുന്നു എന്നൊക്കെയാണ് ഇവൻ്റെ നരേഷൻ. അതിന് മറുപടിയുണ്ട്. ആ പറയുന്ന വ്യക്തി, അതായത് ഈ പറയുന്ന റാണി തുസു, സ്വരൂപ് റാണി തുസു, ഇവരെ മോത്തിലാൽ വിവാഹം കഴിച്ചതിന് ശേഷമാണ് സ്വരൂപ് റാണി മോത്തിലാൽ എന്ന പേര് അവർ സ്വീകരിക്കുന്നത്. അതിനു മുമ്പ് അവർ സ്വരൂപ് റാണി തുസു എന്നായിരുന്നു. തുസു എന്നുള്ള സർനെയിമാണ്. അവരുടെ അച്ഛൻ്റെ പേര് മനോഹർലാൽ തുസു എന്നാണ്. ഈ മനോഹർലാൽ ഏതെങ്കിലും മുസ്ലിമിൻ്റെ പേരല്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ഒരു നരേഷൻ വളരെ റോങ് ആണ്. പിന്നെ ഇവൻ വായ്ത്താളടിക്കുന്നതിന് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഇവ എന്നെ കുറച്ച് മെനക്കെടുത്തിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ഇതിൻ്റെ പിടിപാട് കിട്ടാൻ വേണ്ടി കുറേ റിസർച്ച് ചെയ്തതിൻ്റെ പിറകെ നടത്താറുണ്ട്. നെഹ്റുവിൻ്റെ അച്ഛൻ അങ്ങനെയാണ് ഒരു ചരിത്രം ഉണ്ടാകുന്നത്. പിന്നെ ഒരു ചരിത്രമുണ്ട് കേട്ടോ. അന്നത്തെ ജമ്മു കാശ്മീരിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല, അവിടുത്തെ മുഖ്യമന്ത്രി ആയിട്ടിരുന്നില്ലേ, അങ്ങേരുടെ മോനാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ തിരിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നെഹ്റുവിനെ അങ്ങേരെയും കണ്ട ഒരുപോലെ ഇരിക്കുമെന്ന് സഹോദര സ്നേഹം കൊണ്ടാണ് ഇത്തിരി കുറച്ച് കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈശ്വര വിശ്വാസമില്ലാത്ത ഹിന്ദുവായിരുന്നു അദ്ദേഹം, പണ്ഡിറ്റാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന മുസ്ലിം എന്ന് പറഞ്ഞ് നീക്കി നിർത്തിയിരുന്ന ഇദ്ദേഹത്തിനെ പോലും നാരായണ ഗുരുവിൻ്റെ ഈ ഭോജനശാലയിലേക്ക് ഭോജനം കഴിക്കാൻ വരുന്ന സമയത്ത് ഗാന്ധിജിയും ഭോജനത്തിനിരിക്കുന്നു, ഇങ്ങേരും ഭോജനത്തിനിരിക്കുന്നു. ഗാന്ധിജിക്ക് കൊടുക്കുന്ന അവർണന്മാർ കഴിക്കുന്ന ഭോജനശാലയിൽ നിന്നും ഇങ്ങേർക്ക് സവർണ ഭോജനശാലയിൽ നിന്നായിരുന്നു. അവിടെ തന്നെയാണ് തിരുത്തലുകൾ നടത്തിയിട്ട് ഇത് രണ്ട് വിഭാഗമല്ല ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുള്ള ഈ തിരുത്തലുകൾ കൊണ്ടുവന്ന കേരളത്തിലെ ജനങ്ങളാണെന്നുള്ളത് ഓർത്തുകൊള്ളണം. കേരളത്തിലാണ് ഇതിനൊക്കെ എതിരായിട്ടുള്ള ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഇതിനൊക്കെ എതിരായിട്ട് പൊരുതി നിന്നിട്ടുള്ളത് കേരളത്തിലുള്ളവരാണ്. പണ്ട് ആരണ്ട് എൻ്റെ അടുത്തൊരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ എന്താണ് ഇത്രയും ഒരു ചിന്തയൊക്കെ മാറ്റവും ഒക്കെ വന്നത്. ഇവിടെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ കടുംപിടുത്തം പിടിച്ചതും ഇന്നും അതിനെതിരെ ശക്തമായി നിലകൊള്ളുന്നത് നമ്മളുടെ സഹജീവികളാണ്. അല്ലാതെ ജാതിയുടെ അടിസ്ഥാനത്തിൽ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തുന്നത് മൃഗീയമായ തെറ്റാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റാണ്. വേറെ ഒരു മതത്തിനും ഇല്ലാത്ത പല വിക്രിയകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ മതവിഭാഗത്തിനെ മുഴുവൻ അവഹേളിക്കുന്നു, ഇസ്ലാം മതം അത് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. ഒരു അവഹേളനവും അല്ല പറയണത്, അതിനകത്തുള്ള ഫാക്റ്റാണ് പറയുന്നത്. പിന്നെ ഇവൻ പറഞ്ഞു മുഹമ്മദീയരെല്ലാം വന്ന് ഇവനെ തെറി വിളിക്കണം. മുഹമ്മദീയരെ ഏറ്റവും ഡീസൻ്റ് ആയതുകൊണ്ടാണ് ഇവൻ ജീവനോട് അവിടെ ഇരിക്കണം. അതേസമയം ഇവൻ പറയുന്ന കണക്ക് തോന്നിവാസം വേറൊരുത്തൻ ഇരുന്നു കൊണ്ട് ഈ ഹിന്ദുമത വിശ്വാസത്തിനെതിരെ പറഞ്ഞ തല കാണത്തില്ല. എക്സാമ്പിൾ ഞാൻ പറയേണ്ടല്ല, ഗോവിന്ദ പൻസാരയുണ്ട്, ദബോൽക്കർ ഉണ്ട്, മറ്റേ ഗൗരി ഉണ്ട്, ഒരുപാട് പേരെ നമുക്ക് എടുത്തു വെച്ച് കാണിക്കുക. ഇനിയിപ്പോൾ ഭഗവാനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഇവൻ പറയുന്ന രീതിയിൽ വ്യഭിചാരവും മറ്റതും ഒക്കെയാണ് ഇസ്ലാം മതത്തിലുള്ളതെന്ന് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അവിഹിതങ്ങളല്ല വേറെ എന്തെങ്കിലും ഇവരുടെ ഇതിനകത്തുണ്ടോ? സ്ത്രീകളെ അവഹേളിക്കുന്ന രീതി അവരുടെ പുരാണങ്ങൾ തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഭർത്താവുള്ള ഗർഭിണിയായ ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടി അനിയൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ടീമുകളാണ്. അത് ഒരു കാര്യം, അതവിടെ കിട്ടുക. എന്നിട്ട് അതെന്താണ് മാനവരിൽ മഹോന്നതൻ എന്ന് ഇവർ പറയുന്ന കണക്ക് അത്യുത്തമൻ മറ്റേ ഉത്തമ പുരുഷോത്തമൻ എന്നാണ് അങ്ങേരെ പറയണത്. അതും അവിടെ നിൽക്കട്ടെ. 5 കെട്ടിയോന്മാരുള്ള ഒരുത്തിയുടെ തുടി വലിച്ചുരിഞ്ഞത് എവിടെയായിരുന്നു? 5 കെട്ടിയവന്മാരും കൂടെ ചേർന്ന് ചൂത് കളിച്ചത്, പണയം വെച്ചത് ഇങ്ങേരെ വെച്ചിട്ട്. ഈ ഒരുത്തനിക്ക് ഒരുത്തി എന്ന് പറഞ്ഞാൽ തന്നെ റെസ്പെക്റ്റോടുകൂടി ആ പെണ്ണെ പ്രൊട്ടക്ട് ചെയ്യാൻ തല പോയാലും ആണുങ്ങൾ നിൽക്കും. ഈ 5 അവന്മാരും കൂടെ അവളെ വെച്ച് ചൂതാടിയതും പോരാതെ അവൻ്റെയൊക്കെ മുന്നിലിട്ട് അവളൊക്കെ തുണി വലിച്ച് കീറി ഊരി പറിച്ച് അവളെ നശിപ്പിച്ച് നാരാങ്കല്ലാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടോ ഇല്ലയോ? നമ്മൾ കേട്ടത് ചുറ്റും മിത്തോളജിയോ എന്ത് വാഴത്തെയാണെന്ന് പറഞ്ഞാലും. പിന്നെ ചരിത്രത്തിൽ യവന്മാർക്കാർക്കും കൊച്ചുണ്ടായിട്ടില്ല. കാരണം ഇപ്പം ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം പറയുന്ന കണക്ക് ഇവന്മാർക്കൊന്നും സുനാ പൊങ്ങത്തില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവന്മാരും ഹോമകുണ്ടവും പൂജാരിമാരാണ് കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുത്തത്. പൂജാരിമാർ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയിട്ട് പറയും പായസത്തിൽ കൊച്ചുണ്ടാവുന്ന പിന്നെ പായസം അങ്ങോട്ട് കൊടുക്കും, ഇത് വാങ്ങി കുടിച്ച് കൊച്ചുണ്ടാവുന്നു. എത്ര കഥകൾ അങ്ങനെയുണ്ട്. കലപ്പ കൊണ്ടുവന്ന് ഉഴുതുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് പെട്ടിക്കകത്ത് നിന്ന് ഒരെണ്ണം വന്ന്, പിന്നെ ഒരെണ്ണത്തിന് വള്ളത്തിനകത്തുനിന്ന് കിട്ടി. എല്ലാം അവിഹിത ഗർഭങ്ങളല്ലേ. ഇവരൊക്കെ ദൈവം അവിഹിത ഗർഭത്തിൽ കിട്ടിയ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്ന് തള്ളേരെടുത്ത് കാണിച്ചോ പറയണം അതെനിക്ക് സൂര്യൻ കണ്ണടച്ച് കാണിച്ചപ്പോൾ ഉണ്ടായതാണ്. ഇപ്പോഴത്തെ കാലത്ത് സൂര്യൻ കണ്ണടച്ച് കൊച്ചുണ്ടായെന്ന് പറഞ്ഞാൽ DNA ടെസ്റ്റിൽ കൂടെ തെളിയില്ല. ഒരു കൊച്ചിനെ ഒരമ്മ കൊന്നു കുഴിച്ചു മൂടിയില്ലേ, പ്രസവിച്ചിട്ട് ബാത്റൂമിലിട്ട് പ്രസവിച്ചിട്ട് കൊണ്ടുപോയി കുഴിച്ചു കൂടിയിട്ട് എവിടുന്നാ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം DNA ടെസ്റ്റിൽ അത് അവരുടെ കൊച്ചാണെന്ന് തെളിഞ്ഞില്ലേ. ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ കള്ളത്തരവും നടക്കത്തില്ല. അന്നത്തെ കാലത്ത് ഇതൊക്കെ ആയിരുന്നു. അവിഹിതങ്ങളല്ല വേറെന്തരമുണ്ട്. ഇവരുടെ ദൈവങ്ങൾ തന്നെ എന്താണ്? സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നതിന് ചൂട്ട് പിടിച്ചുകൊണ്ട് നിന്ന ദൈവങ്ങളാണ്. അങ്ങനത്തെ ചരിത്രങ്ങളൊന്നും ഇതിനകത്തില്ലല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന പന്തളം രാജാവിൻ്റെ കഥയും ബാക്കിയും ഒക്കെ ഇപ്പോഴത്തെ കോൺട്രവേഴ്സിയിൽ മെയിനായിട്ട് നിൽക്കുന്നതാണ്. ഇതിനകത്ത് എൻ്റെ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. 300 വർഷം പഴക്കമേ ഉള്ളൂ പന്തളം കൊട്ടാരത്തിൽ എന്ന് പറയുന്നുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ പടയോട്ടം നടത്തിയിരുന്നു. അങ്ങനെ എന്തൊക്കെ കുറേ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ഒരു 100 വർഷം പോട്ടെ, ഒരു 300 ശരി കയറ്റി പിടിച്ച് നമ്മളൊരു 500 വർഷം അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ആണോ അല്ലയോ? പക്ഷേ ഇവരുടെ മിത്തോളജിയിൽ എന്താ പറയുന്നത്? അത് 30 പതിറ്റാണ്ട് പഴക്കമുണ്ട് ഹിന്ദുമത സംസ്കാരത്തിന്. അപ്പോൾ അത്രയും പഴക്കമുള്ള സംസ്കാരത്തിൽ ജനിച്ച ആള് 300 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നത്. മൊത്തം മിസ്മാച്ച് അല്ലടേ.
പിന്നെ ഇതിൻ്റെ കൂടെ പറഞ്ഞ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള മതമാണ് ഇസ്ലാം മതം, അപ്പം ബാബരി സ്വാമിയുടെ മതം. എന്തൊക്കെയാണ് ഇവന്മാർ, എന്ത് നരേഷനാണ് ഇവന്മാർ കൊണ്ടുവരുന്നത് എന്നുള്ളത്. മനുഷ്യൻ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടിയിട്ടാണ് പല രീതിയിൽ മതബോധങ്ങൾ വളർത്തുകയും അമ്പലങ്ങളായാലും പള്ളികളായാലും മസ്ജിദുകളായാലും ഒക്കെ സഞ്ചരിക്കുന്നതും പോകുന്നതൊക്കെ സമാധാനത്തിനാണ്. സമാധാനകാംക്ഷികളായതുകൊണ്ടാണ്. അവിടെ പോയി സ്വസ്ഥമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് അടുക്കുക എന്ന ടൈമിലാണ് ആളുകൾ അതൊക്കെ ചെയ്യുന്നത്. നിരീശ്വരവാദികളെയല്ല ഞാൻ മറ്റവരെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിൽ അവിടെയും ജാതീയ വർഗീയത കൊണ്ട് കുത്തിത്തേറ്റുന്ന ഇവനെയൊക്കെ പോലുള്ള വിഷങ്ങളെ അകറ്റി നിർത്തുന്നതാണ് ബെസ്റ്റ്. ഇതെനിക്ക് കൊണ്ടുവന്ന് ഷെയർ ചെയ്തത് ആളിനോട് എനിക്ക് പറയാനുള്ളതാണ്, ഈ വർഗീയ വിഷത്തിനെ കാണാതിരിക്കാനുള്ള മാനസിക വലിപ്പം നിങ്ങൾ കാണിക്കുക. അവൻ പറയുന്ന മുഴുക്ക അട്ടർ നോൺസെൻസ് ആൻഡ് വേസ്റ്റാണ്. ഈ 700 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇത്. 800 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇത്. അത്രയും നാട്ടുരാജ്യങ്ങൾ പരസ്പരം വെട്ടുകയും കുത്തുകയും വെല്ലുവിളിക്കുകയും പടയോട്ടങ്ങൾ നടത്തുകയും ചെയ്തിരുന്നിടത്ത് നിന്ന് ഇവരെ യുണൈറ്റഡായി ചേർത്ത് പിടിച്ച് നിർത്തി ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടാക്കുകയും ആ ബ്രിട്ടീഷുകാരുടെ കപ്പം വാങ്ങലും ദ്രോഹവും കുത്തലും വെട്ടലും ഒന്നും സഹിക്കാൻ വയ്യാതെ ബോധമുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്ന മനുഷ്യർ ജാതിമത ഭേദമന്യേ അന്യായമായി പല രീതിയിൽ അഹങ്കാരം കാണിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പായിച്ചിട്ട് നേടിയെടുത്തുന്ന സ്വാതന്ത്ര്യമാണ് നമ്മളിപ്പം വെച്ചനുഭവിക്കുന്നത്. അതിനുശേഷം വന്ന ഇതുപോലുള്ള കൃമികീടങ്ങൾ ബ്രിട്ടീഷുകാരുടെ വാലാട്ടികളായി അവരുടെ ചെരുപ്പ് നക്കി ജീവിച്ച ഇവനെയൊക്കെ നമ്മൾ 7 എഴുത്ത് അടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവറ്റകളെ കാണാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ കാര്യം പറയുമ്പം കാക്കച്ചിയുടെ തന്ത ആരെങ്കിലും പിടിച്ചുകൊണ്ട് കൊടുത്താൽ ഒരു പരിധിവരെ ഈ വെകളത്തരങ്ങ് തീരും. ഇവൻ നെഹ്റുവിൻ്റെ അപ്പനെ അച്ഛനെ അന്നും അന്വേഷിച്ചു പോകണ്ട, ഇവൻ്റെ തന്ത ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ തീരും. ഇവിടുത്തെ കാക്കാമാർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അവന്മാർ ഉറപ്പിച്ച് അങ്ങോട്ട് കൊടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവന്മാരൊക്കെ കണ്ടാൽ തന്നെ അറിഞ്ഞുണ്ട്. പിന്നെ എന്നെ കൊണ്ട് വേണ്ടാതീനം പറയിക്കരുത്. മുക്കാലാണോ മുറി മുക്കാലാണോ? ഇവിടുത്തെ മറ്റോളുമാർക്കൊക്കെ മുറി മുക്കാലും മതിയായിരിക്കും, അതിലുണ്ടാക്കിയതല്ലേ എവനെയും. നീ ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ചിട്ട് ഇന്ത്യൻ പൗരനായാൽ മതി രാജ്യം ഭരിക്കാൻ. മനസ്സിലായില്ല? ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഈ അവഹേളിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിനെമാർക്ക് കണ്ടുകൂടാ. അദ്ദേഹം ഈ പറയുന്ന നിരീശ്വരവാദി തന്നെയായിരുന്നു യവന്മാരെല്ലാം കുപ്പിയിലടച്ചു വെച്ചിരിക്കുന്ന എല്ലാം വായി നോക്കി. അയാളും ഇത് തന്നെ, അവൻ്റെതും അവൻ മുന്നോട്ട് വെച്ചത് തന്നെ ഷൂ വർക്കർ അങ്ങേരും നിരീശ്വരവാദിയാണ്. മുഹമ്മദ് അലി ജിന്നയും നിരീശ്വരവാദിയായിരുന്നു. ഈശ്വര വിശ്വാസം കൊണ്ടിരിക്കുന്ന ഒരാൾക്കും സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ ഒക്കത്തില്ല. നിരീശ്വരവാദം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമ്മളുടെ ആൾക്കാരാണ്, ഇവരെല്ലാം മനുഷ്യരാണ്, ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ പൊരുത്തണമെന്നൊരു തോന്നൽ തന്നെ ഉണ്ടാകുന്നത്. ഒരു മതവിശ്വാസം കൊണ്ടിരിക്കുന്നവർക്ക് മറ്റൊന്നിലേക്ക് ഇറങ്ങാനോ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങാനോ പറ്റത്തില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ ഇവരെ ഭയപ്പെടുത്തുന്ന ഒരു സാധനം മുസ്ലിങ്ങളുടെ യൂണിറ്റിയാണ്. പരസ്പരം തല്ലലും കൊല്ലലും വെട്ടലും കൊലയൊന്നും അവരുടെ ചരിത്രത്തിലില്ലടാ. അവരെ ഗ്രൂപ്പത്തോട് സ്വസ്ഥമായി സുഖമായി ജീവിച്ചു പോകുന്നില്ലേ? അവരുടെ യൂണിറ്റിയുടെ ആഫ്റ്റർ എഫക്റ്റാണ് അവരുടെ വെൽത്ത്. ആ വെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ യൂണിറ്റി ഉണ്ടാവണം. ഇത് പാണൻ പറയാൻ കൊലയൻ മറ്റവൻ നാടാൻ ചൂത്രച്ചി ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വയ്ക്കാതെ ആ യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുക. ഇവൻ്റെ ഒപ്പം നിൽക്കുന്ന സംഘിവാണങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അവിടെ ഈ വാണക്കേസ് നിങ്ങളെല്ലാം അടുപ്പിച്ച് അധികാരത്തിൽ കയറും, പിന്നെ അടിച്ചും കൊല്ലും. അവർക്കവിടെ ജാതി വ്യവസ്ഥയുണ്ട്. അതില്ല എന്ന് പറയുകയാണെങ്കിൽ മാറിയിരിക്കാൻ തയ്യാറ് തന്നെയാണ്. ഇത് ഞാനെന്ന വ്യക്തി എന്നല്ല, ഇതിന് അലി സഹോദരന്മാരിൽ ഒരാൾ പറഞ്ഞതാണ്. അന്ന് അയത്തോച്ചാടന നിയമവും പിന്നെ ഇതേപോലെ ക്ഷേത്രപ്രവേശന ഇതുമൊക്കെ പാസ്സാക്കുന്ന സമയത്തും പലരും ചോദിച്ചു, ബ്രിട്ടീഷുകാർ പറഞ്ഞാണ്, എന്നാൽ ഇവരെ കൊണ്ട് സംഘികൾക്ക് അങ്ങനെ ഒരു ടേം പറയുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങൾ നിങ്ങളുടെ അടിമത്വം അനുഭവിച്ചു വന്നതാണ്, നിങ്ങൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയാൽ ഞങ്ങൾ ആരെ കയ്യിൽ കൊടുക്കണം ഞങ്ങൾ നിശ്ചയിച്ചോളാം, ആ ശരണമേ ഞങ്ങൾ വയ്യ, ഇനി എവൻ്റെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഇനി അങ്ങനെയും കുറേ കിടന്ന് കഷ്ടപ്പെടാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ലെന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞത് ഒരു മുസ്ലിമാണ്. ഇസ്ലാമിയരും കൂടെ യുണൈറ്റഡായി നിന്ന് അവരുടെ കൂടെ ശക്തിയോട് കൂടിയാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് മിഥ്യ ആക്കി കളയാനുള്ള വെറും വൃത്തികെട്ട വർത്തമാനമാണ് പറയണത്. ഇത് പഴയ ടൈമാണ്, നിന്നെ ഞാൻ തവിട് കൊടുത്ത് വാങ്ങിച്ചതെന്ന് പറയുക, അതിൽ കൂടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി തരിക, ആ നിരാശാബോധത്തിൽ നമ്മളെ തീവ്രവാദികളാക്കുക, ഒറ്റപ്പെടുത്തുക എന്നൊരൊറ്റ ഉൾനോക്കം മാത്രമാണ് ഇവൻ്റെയൊക്കെ കൂടെ ലക്ഷ്യം. അതിന് നമ്മളും കൂടെ പോയി തലവെച്ച് കൊടുക്കരുത്. ആത്മാഭിമാന ബോധമുള്ള ഇസ്ലാമിയർ ചെയ്യേണ്ടത് ഇത്തരക്കാരെ നെഗ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പോട് കൂടി ചേർന്ന് കേസ് കൊടുക്കുക. അതല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല. ഇവൻ്റെ മതവിഭാഗത്തിന് പറയാനുള്ള അധികാരമുണ്ട്. മറ്റു മതവിഭാഗക്കാരെ പറയുന്നത് തീർത്തും വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ നിരന്തരം കേസുകൾ കൊടുക്കുകയാണ് വേണ്ടത്. ഒരു 10 കേസ് തെറ്റിയടിച്ച് കിട്ടുമ്പോൾ അടങ്ങിക്കോളും. അല്ലാത്ത പക്ഷം കൈ കിട്ടിയ രണ്ടങ്ങ് പൊട്ടിച്ചേക്കുക, അല്ലെങ്കിൽ അവൻ്റെ വാപ്പായെ കണ്ടെത്തി അവനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. പണ്ടാര ആ തള്ളയും കൂടെ കണ്ടെത്തി അവളെ പൂവിട്ട് പൂജിക്കണം. ഇമാതിരി ഒരു വാണക്കേസിനെ ഉണ്ടാക്കി തള്ളിയതിന് തള്ളയെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നണ്ട. എന്തുമാത്രം വർഗീയതയാണ് ഇവൻ പറഞ്ഞു വരുത്തുന്നത്, എന്ത് വൃത്തികേടുകളാണ് ഇവൻ പറഞ്ഞു വരുത്തുന്നത് അറിയുമോ? സംഘപുത്രൻ എന്ന് പറഞ്ഞാൽ സംഘികൾക്ക് കൂടെ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട ഒരു തോട്ടുള്ള ഒരു വൃത്തികെട്ടവൻ. ഇതിപ്പോൾ സ്വപ്നം കാണുകയാണ്. ഇവൻ എന്താ മുറ്റിയ സാധനം കൊണ്ട് അടിച്ചിട്ടിരുന്നിട്ട് കഞ്ചാവ് അടിച്ചിട്ടിരുന്ന് കഥ പറയാനാണ് അലവലാതി. അതുകൊണ്ടല്ലേ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. ഈ രാജ്യം
ഇവിടെ ബാക്കി മതവിഭാഗക്കാരെ എല്ലാം തന്നെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഈ വാണത്തിന് സത്യം മൂടുകുത്തി ഇടിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. ഇത് മതേതര രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മൾ ചെറു വയസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതെന്താണ് ഈ നാനാത്വം? പല ഭാഷ, പല മതം, പല സംസ്കാരം, പല രീതിയിലുള്ള പല ജനസിലുള്ള ആൾക്കാരെല്ലാം യുണൈറ്റഡായി നിൽക്കുന്ന ഒരേ ഒരു ഏകത്വം, അത് ഇന്ത്യ എന്നുള്ളതാണ്. അതൊരു വികാരമാണ്. ആ വികാരത്തിനെയാണ് ഇവൻ വ്രണപ്പെടുത്തുന്നതെന്ന് ഓർത്തുകൊള്ളുക. ഇസ്ലാമിയരെന്നോ ക്രിസ്ത്യരെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളെന്നോ വ്യത്യാസപ്പെടുത്തി ആരും മാറി നിന്നില്ല. നമ്മൾ ക്രൈസ്തവരാണ്, ബ്രിട്ടീഷുകാർ നമ്മുടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ മാറി നിന്നില്ല. അങ്ങനെ മാറി നിന്നിരുന്നെങ്കിൽ അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷേ എല്ലാവരും ചേർന്ന് യുണൈറ്റഡായി ഇത് ഞങ്ങളുടെ നാടാണ്, എൻ്റെ രാജ്യം, എൻ്റെ സ്വാതന്ത്ര്യം, അതിൽ മറ്റൊരാൾ കയ്യേറുന്നത് ഞാൻ അനുഭവിച്ചു കൊടുക്കില്ല എന്ന ആത്മാഭിമാനത്തോടു കൂടി യുദ്ധം ചെയ്ത് ജീവത്യാഗം ചെയ്ത മനുഷ്യരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരം വാണ കേസുകളെ ചെളിയല്ല തീട്ടമാരിയാണ് അറിയേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നെഹ്റുവിൻ്റെ ചരിത്രം. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തിക്ക് പ്രധാനമന്ത്രിയാവാം. ഇനി വരുന്നത് എന്താ? സഞ്ജയ് ഗാന്ധിയുടെ പിതൃത്വമോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൻ്റെ കാര്യമോ അതൊക്കെ ആയിരിക്കും. അതാണ് ഇന്ത്യ. അതാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ആ ആശയം അനുസരിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ഫാമിലി അതാണ്. അവിടെ മതമില്ല. അവിടെ ഇപ്പം ഇന്ദിരാഗാന്ധി കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു മുസ്ലിമിനെയാണ്. അതേപോലെ രാജീവ് ഗാന്ധി കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ മതത്തിൽ നിന്നുള്ള ഒരാളാണ്. അവരുടെ മകളായ പ്രിയങ്ക ഗാന്ധി കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യനെ തന്നെയാണ്. അവരുടെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാകുമ്പോൾ തന്നെ അവർ എന്താണ് ഫോളോ ചെയ്യണമെന്ന് മനസ്സിലാക്കുമല്ലോ. മതമില്ലാത്തവർക്ക് മാത്രമേ ഇവിടെ ശോഭിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഈ രാജ്യത്തിന് മതമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മതമുള്ള മനുഷ്യർക്ക് മതത്തോടു കൂടി ജീവിക്കാനും മതമനുസരിച്ച് ജീവിക്കാനും മതമില്ലാത്തവർക്ക് ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും തരുന്ന ഒരു രാജ്യത്തിരുന്നു കൊണ്ട് പോക്കൃത്തനം പറയുന്ന ഇവൻ്റെ ചാനൽ നല്ല ഫസ്റ്റ് ക്ലാസ് റിപ്പോർട്ട് അടിച്ച് പൊട്ടിക്കുക, ഇവന് 2 പൊട്ടീര് പൊട്ടിക്കുക, അതാണ് വേണ്ടത്. ആക്റ്റായ ഒരു കേസ് കൊടുക്കുക, ആ കേസിൻ്റെ റെസിപ്റ്റ് കൊടുത്ത് യൂട്യൂബിലേക്ക് ഒരു റിക്വസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ 100% അക്സെപ്റ്റ് ചെയ്യുന്ന ചാനൽ കൂട്ടി കിട്ടും. പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്നുള്ളത് വിചാരിക്കുക. അല്ലാതെ ഈ തീട്ട കേസിനെ പോയി കാണാനിരിക്കുന്ന തീട്ടങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് സീരിയസ് ആയി പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വളരെ ലൈറ്റായിട്ട് ഇത് പറയാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഈ വാണത്തിന് ഇത് കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു സഹിഷ്ണുത കുറവുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞ് തീർക്കുന്നത്. അവൻ്റെ തന്ത എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ പാകിസ്ഥാനെ നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്ത് പുറത്തു വയ്ക്കും. അതായത് ഇവൻ പറയുന്ന പാകിസ്ഥാൻ മലപ്പുറമാണ്. ആ മലപ്പുറം പാകിസ്ഥാനെ നമ്മളെടുത്ത് കേരളത്തിൽ നിന്ന് പുറത്ത് കളയും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള വൃത്തികെട്ട ജന്തുക്കളെ ഉണ്ടാക്കി വിട്ട മലപ്പുറംകാരെ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നർത്ഥം. എത്രയും വേഗം മലപ്പുറംകാർ ഇടപെട്ട് ഇവൻ്റെ വാപ്പായെ കണ്ടെത്തി അവൻ്റെ ഉമ്മായെ കൊണ്ട് കെട്ടിച്ച് അവരെ കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തി കൊടുക്കുക ഇവനെ. എന്നിട്ട് അവൻ വാ നിറച്ച് വാപ്പാന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോഴും അല്ല. വെച്ചാൽ ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടാ. എവിടുന്നോ നല്ല ഫസ്റ്റ് ക്ലാസ് കഞ്ചാവ് അവന് കിട്ടുന്നുണ്ട്. ഇത് ഇനി ഏറ്റുമാനൂരിന്ന് കൊടുത്തുവിടുന്നതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കഞ്ചാവ് അടിച്ചിട്ടാണ് ഇവരിന്ന് ഈ വർത്തമാനം വായ്ത്താളം അടിക്കുന്നതെന്നുള്ളത് വസ്തുത. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പഴക്കമുള്ള ഇത്രയും കാര്യങ്ങൾ നെറ്റിൽ അവൈലബിൾ ആയ ഒരു വസ്തുതയിൽ കയറി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കഥയും കൊണ്ടുവന്നിരുന്നു കൊണ പറയുമോ? കൊണയടി വീരൻ എന്ന് പറഞ്ഞാൽ മഹാവീരൻ. അതിനപ്പുറം ഒന്നും പറയാനില്ല. താങ്ക് യു.